ശ്രീ രാജേന്ദ്ര പ്രസാദ് അനന്തപുരി സോൾജേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ രാജേന്ദ്ര പ്രസാദ്, എങ്ങനെയാണ് ഈ ഒരു നിലപാടിനെ താങ്കൾ വിലയിരുത്തുന്നത്? ഇവിടെ ഏറ്റവും പ്രധാനമാകുന്നത്, ശ്രദ്ധേയമാകുന്നത്, ഇന്ന് കാർഗിൽ വിജയത്തിന്റെ 25 വർഷം രാജ്യം സമുചിതമായി ആഘോഷിക്കുന്ന വേളയിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തന റിപ്പോർട്ട് നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. നാളെ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന പ്രവർത്തന റിപ്പോർട്ടിലാണ് പാകിസ്ഥാൻ മുൻ പ്രസിഡന്റും സൈനിക തലവനുമായ പർവേസ് മുഷറഫിനെ അനുസ്മരിക്കുന്നത്. എങ്ങനെ കാണുന്നു താങ്കൾ ഇതിനെ? നമസ്കാരം. ഞാൻ ഇപ്പൊ തന്നെ നമ്മുടെ കാർഗിലിൽ വീരമൃത്യു വരിച്ച ലാൻസ് അജികുമാറിന്റെ സ്കൂളിൽ അദ്ദേഹത്തിനായി ഒരു ബ്ലോക്ക് പുനർനാമകരണം ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ പേരിൽ. അതായത് നമ്മുടെ ധീരജവാനായ അജികുമാറിന്റെ പേരിൽ ഒരു ബ്ലോക്ക് ഇനോഗ്രേഷൻ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പരിപാടി മാതൃകാപരമായി നടക്കുന്നതിനിടയ്ക്കാണ് ഈ ഒരു വാർത്തയെ പറ്റി നമ്മൾ രാവിലെ തന്നെ അറിഞ്ഞ് ഈ യൂണിയന്റെ പ്രതിനിധികളുമായി ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ ഫോണിൽ ഞാൻ സംസാരിച്ചപ്പോൾ തന്നെ വളരെ നിഷേധാത്മകമായ നിലപാടാണ് അവർ സ്വീകരിച്ചത്. അവർ ഫോൺ വഴി പ്രതികരിക്കാൻ തയ്യാറായില്ല. അതിനേക്കാളും അവർ പറഞ്ഞ ഒരു ഏറ്റവും കൗതുകകരമായ കാര്യം, ഇത് പ്രവർത്തന റിപ്പോർട്ട് നമ്മൾ അച്ചടിച്ചതേ ഉള്ളൂ, ഇത് പാസ്സാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, ഇത്രയും ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു പർവേസ് മുഷറഫ്, അതും ഈ കാർഗിൽ പോലുള്ള വിജയ ദിവസത്തിന്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ നിങ്ങൾ ഇങ്ങനെ ഉൾപ്പെടുത്തിയത്, ഞാൻ അവരോട് നിങ്ങൾ ഇന്ത്യയിലാണോ ജീവിക്കുന്നതെന്നാണ് ചോദിച്ചത്. അപ്പൊ അദ്ദേഹം ഉടൻ തന്നെ ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു. അതായത് വളരെ ലാഘവത്തോടെയുള്ള ഒരു പ്രതികരണമായിരുന്നു ആ നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിലെ മൺമറഞ്ഞ അത് കലാസാഹിത്യ രംഗത്ത്, സിനിമാ മേഖലയിൽ, രാഷ്ട്രീയ രംഗത്ത്, അങ്ങനെ നിരവധി പേരുടെ ഇടയിലേക്കാണ് ഈ പർവേസ് മുഷറഫിനെ തിരികെ കയറ്റിയിരിക്കുന്നത്. ഇതൊക്കെ ബോധപൂർവമാണ്, ഇടതുപക്ഷത്തിന്റെ വിധ്വംസക പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ്. അത്തരത്തിലുള്ള അവരുടെ ഒരു അജണ്ട തന്നെയാണ് വ്യക്തമാകുന്നത്, അല്ലേ? ഞങ്ങള് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി, അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഗവർണർ അടക്കം എല്ലാവർക്കും ഞങ്ങൾ പരാതി നൽകി. ഈ പരിപാടിയിൽ ഇപ്പൊ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ സലിൽ സാബിന്റെ ശ്രദ്ധയിലും ഇക്കാര്യം ഞാൻ പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹവും ഇതിനെതിരെ നടപടി സ്വീകരിക്കാമെന്ന് എനിക്കിപ്പോ ഈ വേദിയിൽ വെച്ച് തന്നെ ഉറപ്പ് തരികയും ചെയ്തിരുന്നു. ഇതിനെ രാജ്യദ്രോഹ കുറ്റം ഇവർക്ക് മേൽ ചുമത്തണം, ഈ സംഘാടകർക്കെതിരെ. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇവരുടെ ഒരു സർവീസ് യൂണിയൻ അസോസിയേഷൻ ആണല്ലോ ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ, ഇവരെ ഡീറെക്കഗ്നൈസ് ചെയ്യണം. അതാണ് ഞാൻ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇവരുടെ അംഗീകാരം റദ്ദ് ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇങ്ങനെ ഒരു സംഘടന, അതും കാർഗിൽ വിജയ ദിവസത്തിന്റെ സ്മരണയിൽ നമ്മളെല്ലാം രാജ്യത്തെല്ലാം അതിന്റെ ഒരു സ്മരണാഞ്ജലി നടക്കുന്ന സമയത്ത് തന്നെ നാളെ നടക്കാൻ പോകുന്ന ഒരു സമ്മേളനത്തിൽ ഇത്തരത്തിൽ പർവേസ് മുഷറഫിന്, അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ, കാർഗിൽ യുദ്ധം എന്ന് പറയുന്ന ഒരു കോൺഫ്ലിക്റ്റ് തന്നെ ഉണ്ടാവാൻ കാരണക്കാരനായ സൈനിക മേധാവിയായ ജനറൽ പർവേസ് മുഷറഫിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റം തന്നെയാണ്. ഇത് വളരെ ഗൗരവത്തോടെയാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളിത് ഈ പരാതിയുമായി വളരെ മുമ്പോട്ട് പോകും. കേസ് ഫയൽ ചെയ്യുന്നതിനെ പറ്റി തന്നെ ഉച്ചയ്ക്ക് തന്നെ ഞാൻ നമ്മുടെ മേജർ രവി സാറുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരു കേസ് ഫയൽ ചെയ്യാനാണ് പറഞ്ഞത്. അതനുസരിച്ച് അതിനുശേഷം ഞങ്ങൾ മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തു, DGPക്കും ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇത്തരക്കാരെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് പാകിസ്ഥാൻ പർവേസ് മുഷറഫിന് ഇൻകിലാബ് വിളിക്കുന്ന ഒരു സംഘടന ഉണ്ടെങ്കിൽ അവരെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. യെസ്, വളരെയധികം നന്ദി ശ്രീ രാജേന്ദ്ര പ്രസാദ്. താങ്കൾ തിരക്കിലാണെന്ന് അറിയും. ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്.